അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ 11:11:30 അപ്പോൾ അത് ചിക്കൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ്. അത് ചിക്കൻ ഫ്രൈയാണ്. ചിക്കൻ ഫ്രൈ. ശരി, ഇപ്പോൾ ഇത് ബിരിയാണിക്കുള്ള പീസാണോ? ഇത് ബിരിയാണിക്ക് പീസ്. ഓക്കെ. എല്ലാം വിറകടുപ്പിൽ തന്നെയാണ്. ഇവിടെ കാലാകാലങ്ങളായിട്ട് 19 കൊല്ലമായിട്ട് വിറകടുപ്പ് തന്നെയാണ് അല്ലേ? മട്ടൺ റോസ്റ്റ് റെഡിയാണ്. ബീഫ് റോസ്റ്റ്. ഇത് ബിരിയാണിയുടെ ബിരിയാണിയുടെ മസാല, അതിൻ്റെ അകത്ത് വരുന്ന മസാല അല്ല. ബിരിയാണി റൈസ് റെഡിയാണ് അവിടെ. റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കണ്ടോ? ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ഏകദേശം 11:30 മണിയായി സമയം അല്ലേ? അതായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. 12-12:30 ആകുമ്പോഴത്തേനും അതിൻ്റെ വിളമ്പലും കാര്യങ്ങളൊക്കെ തുടങ്ങും. പൊറോട്ട പഫ്സ് റെഡി ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലെ നമ്മളെ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. 116ഓളം കൊല്ലം പഴക്കമുള്ള ഹോട്ടലിടാം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പോവാണ്. വേറെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ വന്നതാണ്. എങ്കിലും ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം. ഇത് ഫെഡറൽ ബാങ്കിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. സിവിൽ സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡ്. ഈ റോഡിന് തൊട്ടായിട്ടാണ് റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത്. ഇത് ആ പഴയ കാലഘട്ടത്തിൽ അതേമാതിരി തന്നെ നിലനിർത്തി കൊണ്ടുപോകണ്ട. പെയിൻ്റൊക്കെ അടിച്ച് ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമ്മുടെ മുകളിലൊക്കെ മച്ചും ഫാനും അതുപോലെ തന്നെ നമ്മൾ പഴയ ഹോട്ടലിലൊക്കെ കാണുന്ന രീതിയിലുള്ള അയർച്ചില്ലും കൂടും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള. ഇത് കൂടാതെ ഇപ്പുറത്തുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ടാണ് കിച്ചണൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഷാനവാസ്കർ. നമസ്കാരം. നിങ്ങളാണോ ഹോട്ടലല്ലേ? അതെ. ഒരു 100 കൊല്ലായി തോന്നുന്നു അല്ലേ? 119 കൊല്ലായി. ഇത് എത്ര മണിക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാൻ? എത്ര മണിക്ക്? 8 to 8 ആണ്. മോർണിംഗ് 8 to ഈവനിങ് 8 അല്ലേ? ഓക്കെ. ഞായറാഴ്ച ഉണ്ടോ? ഓഫില്ല. ശരിക്കും ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ മെയിൻ ഓഫീസിന്റെ അടുത്ത്. ഇപ്പോൾ ഈ പൊറോട്ട പഫാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. പഫ്സ്, മട്ടൺ റോസ്റ്റ്, ബിരിയാണി നമ്മുടെ മെയിൻ പരിപാടി അല്ലേ? മറ്റുള്ള ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. ദോശ നമുക്കില്ല. നമുക്ക് വെള്ളയപ്പം, ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട. വെജില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടേ അവിടെ എന്താണ് ഇപ്പോഴത്തെ പരിപാടി നോക്കാം. ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട്. നമ്മൾ വരുമ്പോൾ ഇവിടെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അച്ചാർ, തൈര് സാധനങ്ങളൊക്കെ ഇവിടെയാണെങ്കിൽ നമുക്കിവിടെ ബിരിയാണി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ചിക്കൻ, ഇത് ബീഫ് ഉണ്ട് ഇവിടെ. ഇത് ബീഫ് കറിയാണല്ലേ? ഇത് ഫ്രൈ. ഇതെന്ത്? ഇത് മട്ടൺ റോസ്റ്റ്. ബീഫ് റോസ്റ്റ്. ഇത് ബിരിയാണിയുടെ മസാല, അതിൻ്റെ അകത്ത് വരുന്ന മസാല അല്ലേ? റോസ്റ്റ്. ഇവിടെ ചിക്കൻ പൊറോട്ടക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറി. ഓക്കെ. റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കണ്ടോ? ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ഏകദേശം 11:30 മണിയായി സമയം അല്ലേ? അതായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. 12-12:30 ആകുമ്പോഴത്തേനും അതിൻ്റെ വിളമ്പലും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇത് ഹാഫ് ബിരിയാണിയാണ് അല്ലേ? ഓക്കെ. നമ്മളെല്ലാം സാധനങ്ങളും ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. ഇവിടെ ചൂടാക്കാൻ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 കിച്ചൺ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറത്തൊക്കെയാണ്, അതിൻ്റെ പുറത്താണ് കുക്കിംഗ് കാര്യങ്ങൾ. പൊറോട്ട വേറെയാണ്. പൊറോട്ട അടിക്കുന്ന അവിടെ അടിച്ചോണ്ടിരിക്കുന്നത്. ശരി. അവിടെ പപ്സ്. ഇത് മട്ടനോ? ഇത് ബീഫാണ്. ബീഫ് ബിരിയാണി. അത് ബീഫ് ബിരിയാണി. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ 11:11:30 ഇതെന്താ ചേട്ടാ? അത് ചിക്കൻ ഫ്രൈയാണ്. ചിക്കൻ ഫ്രൈ. ശരി, ഇപ്പോൾ ഇത് ബിരിയാണിക്കുള്ള പീസാണോ? ഇത് ബിരിയാണിക്ക് പീസ്. ഓക്കെ. അതോ? ഇത് മറ്റേ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ കഷ്ണം മസാല ഒക്കെ ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ വെന്ത് പാകമായിട്ട് വരികയാണ്. ഗീ റൈസ് അല്ലേ? ഇത് ഗീ റൈസ്, നമ്മുടെ സാധാ ഗീ റൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? ഗീ റൈസ്. ഇത് തന്നെ നെയ്ച്ചോറ്, ഗ്രാൻഡിലെ നെയ്ച്ചോറ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങും? സാധാരണ എല്ലാ ദിവസവും ഇവിടെ 10 മണിക്ക് 10-10:30 റെഡി ആവും ബിരിയാണി. എല്ലാം വിറകടുപ്പിൽ തന്നെയാണ്. ഇവിടെ കാലാകാലങ്ങളായിട്ട് 19 കൊല്ലമായിട്ട് വിറകടുപ്പ് തന്നെയാണ് അല്ലേ? ഇവിടെ 2 അടുക്കളയായിട്ടുള്ളത്. ഈ ഒരു അടുക്കളയുണ്ട്. ഇതിനപ്പുറത്താണ് പൊറോട്ട പഫ് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ കിച്ചണിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് വേലായുധൻ ചേട്ടൻ നമ്മളെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പൊറോട്ട പഫ് ഉണ്ടാക്കണം കേട്ടോ. ഇതാണ് ഈ പരിപാടി. ഇവിടെ മാത്രം കിട്ടുന്നൊരു സാധനം, വേറെ എവിടെ ഇത് കിട്ടില്ല. ചേട്ടൻ ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? റെസ്റ്റോറൻറ്റിലുണ്ട്. ഇത് എന്താ ഈ സാധനം? ചിക്കൻ്റെ? ഇത് ബീഫാണ്. ഇപ്പം രണ്ടുണ്ട്, ചിക്കനുണ്ട് ബീഫുണ്ട്. ചിക്കൻ ഇടയ്ക്ക് ഉണ്ടാകും, ബീഫ് ഇല്ലാത്തപ്പോൾ ചിക്കൻ. ഇങ്ങനെയാണ് ഈ പരിപാടി. അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട അല്ലേ? അതെ. ഇതിലിപ്പോൾ ശരിക്കും കൂടുതലും ഈ ഉള്ളിയാണല്ലേ?
സവോളയാണ്. പിന്നെ ഈ ബീഫും ചിക്കനും ഇട്ടിട്ട് പിന്നെ ഈ കറി മസാലകളൊക്കെ ഇട്ടിട്ട് കറി മസാലകൾ ഈ പൊടികളൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് സവോള ശരിയാക്കിയതിന് ശേഷം ഇറച്ചിയൊക്കെ ചേർത്ത് കറി മസാലയും ഒക്കെ ചേർത്ത് ലാസ്റ്റ് കോരിയെടുക്കുകയാണ്. ശരി. ഇത് ഒരേ ഷേപ്പാണ്, ചതുരാകൃതിയിലുള്ള അത് വരുമാണ്. എല്ലാം ഒരേ ഷേപ്പായിരിക്കും. ഇത് ശരിക്കും എത്ര മണിക്ക് തുടങ്ങണം ഇവിടെ? ഇത് ഞാൻ വരുന്ന സമയം അങ്ങനെ മിക്കവാറും ഒരു 8 മണിയോട് കൂടി ഞാൻ മാവൊക്കെ കുഴച്ച് ശരിയാക്കും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണ നേരത്ത് ഈ മസാല ഒക്കെ ശരിയാക്കി ഇത് വരുമ്പോ ഈ ടൈം ആവും. ഏകദേശം ഒരു 11:30 മണിയാവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് വൈകിട്ടുള്ള സ്നാക്കാണത്? ഇതിപ്പോ തുടങ്ങിയ അപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പാഴ്സൽ ഇതൊക്കെ ആയിട്ട്. ചില ദിവസം വൈകിട്ട് എത്തിക്കുണ്ടാകും, ചില ദിവസം ഉണ്ടാക്കലും തീരത്തൊക്കെ ഒരുമിച്ചായിരിക്കും. ഇവിടുന്ന് ഇത് കഴിക്കാനും മേടിക്കാനൊക്കെ വേണ്ടിട്ട് ദൂര സ്ഥലത്തുനിന്ന് ജില്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അത് ഈ വീഡിയോ കണ്ടിട്ടേ മലപ്പുറം, കോഴിക്കോട് അവിടെ ഇവിടെ നിന്നൊക്കെ വരും. അപ്പൊ അവര് കഴിച്ച് പിന്നെ പാഴ്സലും മേടിച്ച് പോകും. ഇത് എത്ര രൂപയാണ്? ഇത് 25. ചേട്ടാ ഒരു ദിവസം എത്ര ഉണ്ടാക്കേണ്ടത്? ഇത് ഇപ്പൊ 200. 200 പീസ് ഉണ്ടാക്കണ്ടല്ലേ? 200 വൈകിട്ടാകുമ്പോഴത്തേക്കും തീർന്നു പോകൂലേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സെക്ഷൻ ഉണ്ട്. ഇവിടെയാണ് പൊറോട്ട അടി നടക്കുന്നത്, സാധാ പൊറോട്ട. പൊറോട്ടയുടെ മാവ് തന്നെയാണ് ഈ പപ്സിന് ഉപയോഗിക്കുന്നത്? മാവ് സെയിം സോഫ്റ്റ് ആണല്ലോ. അത് സോഫ്റ്റ് ആണ്. അത് ഇച്ചിരി സോഫ്റ്റ് ആക്കണം, കുഴച്ച് സോഫ്റ്റ് ആക്കണം. കസിനാണ് ബഷീർ, ഈ ആലുവക്കാരൻ തന്നെയാണ്. സ്ഥിരം മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ സ്ഥിരം പരിപാടികളാണ്? അതെ അതെ. ബിരിയാണി ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിരിയാണി മറ്റേ പപ്സ്. അതെ അതെ. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ചിക്കനും ഒരു ബീഫും 2 പപ്സും ഒരു ലൈം 2. ഫാദറാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം മാർക്കറ്റിൽ പോയി, അവിടെ പോയി ഒരു ആടിനെയൊക്കെ അങ്ങനെ തന്നെ മേടിച്ച് പുള്ളിയുടെ ഇതിൽ നുറുക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇത്രയും ബിസിനസ് ഉണ്ടാക്കിയെടുത്തത്. മക്കളായിട്ട് നടത്തിക്കൊണ്ടുപോകും. മക്കൾ അതുപോലെ പിന്തുടർന്ന് 100 വർഷത്തോളം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നേരത്തെ നമുക്കൊരു 12 മണി തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണി വരെ ഭയങ്കര തിരക്കാണ്. ഇത് ചിക്കൻ അല്ലേ? ചിക്കൻ. ബീഫ് എനിക്ക് വലിയ പിടിയില്ല. എനിക്ക് എപ്പോഴും ഞാൻ ചിക്കനാണ് കഴിക്കാറ്. സാധാരണ ബിരിയാണി കഴിക്കാറില്ല. നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? മകനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ മതി, നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ നോക്കാം. അതെ, പപ്സ് ഇതങ്ങോട്ട് കൂട്ടി ഇങ്ങനെ പിടിച്ചു നോക്കട്ടെ എന്താ സംഭവം. വലിയ സ്പൈസ് ഒന്നും ഇല്ല, എരിവില്ല പോലെ. ഇവിടുത്തെ അരി കണ്ട വളരെ ചെറിയ അരിയാണ്, ചെറിയ അരിയാണ് ബിരിയാണി ഉള്ള. ഇത് കഴിക്കാൻ ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഹാഫ് മതി. ഹാഫ് ആണെങ്കിൽ തന്നെ നമുക്ക് വയറിറങ്ങി അല്ലേ? അതെ. ആലുവയിൽ എത്രയോ കടകൾ വന്നു, പക്ഷേ ഇവിടുത്തെ തിരക്ക് അന്നും ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ബീഫ് എന്തെങ്കിലും എരിവ് കുറവുണ്ടോ? ഇല്ല, സാധാരണ അരി ഇത്രേ ഉള്ളൂ, കൂടുതൽ കുറവ് അങ്ങനെയൊന്നുമില്ല, മീഡിയം. ഈ മസാലയുടെ കാര്യം പ്രത്യേകം പറയട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്, ഭയങ്കര എരിവൊന്നുമില്ല കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് പിന്നെ എപ്പോഴും കഴിക്കണമായിരുന്നു വലിയ ഇവിടെ എപ്പോഴും രുചിയെന്ന് ഞാൻ ആദ്യമായിട്ട് കഴിക്കണോ. ആണോ? നിങ്ങൾ മാസത്തിൽ ഒരാളെയൊക്കെ ഫ്രണ്ട്സായിട്ട് വരും. പപ്സ് ഒന്ന് കഴിച്ചോളൂ. എന്താ ഫുള്ള് കഴിക്കില്ലേ? ഫുള്ള് കഴിക്കില്ല. മതിയോ? മതി. പൊറോട്ട പപ്സ് എന്ന് പറയാൻ പറ്റില്ല, അത്ര കട്ടിയൊന്നുമില്ല ഈ സാധനം, ഭയങ്കര സോഫ്റ്റ് അല്ലേ? സോഫ്റ്റിൻ്റെ സോഫ്റ്റ്. വൈകുന്നേരങ്ങളിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഒരു ചായ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ്. ലൈം ജ്യൂസും പപ്സും ആയി, കുഴപ്പമില്ല. രാവിലെ ഇവിടെ ഫേമസ് ഉണ്ട് കാരണം മുട്ടക്കറിയും അപ്പം. അതിന് കറിയിൽ മുട്ടക്കറിയിൽ മറ്റേ ഇതുണ്ടല്ലോ സവാളയൊക്കെ വഴറ്റിയത്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഇത് പ്രത്യേക, അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞങ്ങ് പോയിട്ടില്ല, ശരിക്കും സവാള നമുക്ക് കടിച്ചെടുക്കാം. അപ്പോൾ ഇത് 320 രൂപ കേട്ടോ. അതായത് ഒരു ബീഫ് ബിരിയാണി, ഹാഫ് ചിക്കൻ ബിരിയാണി, 2 പപ്സ്. ഒന്നും നോക്കണ്ട കൊടുത്തു. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ.